ഹരി ഓം. കൽക്കി രൂപികളായിരിക്കുന്ന എല്ലാ നാരായണന്മാർക്കും NSK ബ്രഹ്മഗീത പാഠത്തിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം ഷീലായപ്പൻ. ഇന്ന് നമ്മൾ ബ്രഹ്മഗീതയുടെ 12ാമത്തെ പാഠം പഠിക്കാൻ പോവുകയാണ്. ഈ പാഠത്തിന്റെ പേര് വിഗ്രഹങ്ങൾ എന്നാണ്. ഇന്ന് നമ്മൾ വിഗ്രഹങ്ങളെ കുറിച്ചും വിഗ്രഹാരാധനയെ കുറിച്ചും അല്പം പഠിക്കാം. ഇതിൽ ക്വസ്റ്റ്യൻസ് തയ്യാറാക്കിയിട്ടുണ്ട്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എന്താണ് വിഗ്രഹങ്ങൾ? നമുക്കറിയാം വിഗ്രഹങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്ഷേത്രങ്ങളിലൊക്കെ ഉപയോഗിക്കുന്ന കല്ലുകൊണ്ടുള്ള ശില്പങ്ങളല്ലേ, പ്രതിമകളാണ് വിഗ്രഹങ്ങൾ. പക്ഷെ അത് ശരിക്കും എന്താണെന്ന് ചോദിച്ചാല് വിഗ്രഹം എന്ന് പറഞ്ഞൊരു അടയാളമാണ്, അല്ലെങ്കിൽ ഒരു രൂപമാണ്. ശരീരം എന്ന വിഗ്രഹത്തിന് അർത്ഥമുണ്ട്. നമ്മുടെ ശരീരം എന്ന് പറയുന്ന ഒരു വിഗ്രഹം തന്നെയാണ്. അപ്പൊ അടയാളം, രൂപം, ശരീരം എന്നൊക്കെയാണ് വിഗ്രഹത്തിന്റെ ഒരു നിർവചനം. അതിന് നമുക്ക് മറ്റു രീതിയിലും പറയാം. രൂപമുള്ള ജീവനില്ലാത്ത ദ്രവ്യങ്ങളാണ് വിഗ്രഹങ്ങൾ. രൂപമുള്ള ജീവനില്ലാത്ത ദ്രവ്യങ്ങളാണ് വിഗ്രഹങ്ങൾ. അത് ദ്രവ്യമാണ്, കാരണം അതിനകത്ത് ജീവനില്ല. നമ്മുടെ പുരാതനമായ സനാതന ധർമ്മം അനുസരിച്ച് വിഗ്രഹാരാധനയ്ക്ക് അതിൽ പ്രാധാന്യമുണ്ട്. കാരണം എല്ലാ മനുഷ്യർക്കും ഭഗവാനെ മനസ്സിൽ കൊണ്ടു നടക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് സാധാരണ മനുഷ്യര്, അതായത് ബോധതലം കുറഞ്ഞ മനുഷ്യര്, അവർക്ക് ശരിക്കും പറഞ്ഞിട്ടുള്ളതാണ് വിഗ്രഹങ്ങൾ. ഉയർന്ന ബോധതലത്തിൽ നിൽക്കുന്നവർ ഒരിക്കലും വിഗ്രഹാരാധന ചെയ്യുകയില്ല. കാരണം വിഗ്രഹത്തിന് ആരാധനയെ കുറിച്ച് പറഞ്ഞ പ്രതിമ സ്വൽപ്പ ബുദ്ധിന എന്നാണ്. സ്വൽപ്പബുദ്ധിന, അതായത് സ്വൽപ്പബുദ്ധികളല്ല, അല്പബുദ്ധികളായ മനുഷ്യർക്ക് ഉള്ളതാണ് ഈ പ്രതിമകൾ, അതായത് വിഗ്രഹങ്ങൾ. ഇനി നമുക്കൊരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മള് ഈ എന്താ പറയാ സ്കൂളിൽ പഠിപ്പിക്കുമ്പോൾ, അത് നഴ്സറിയില് ജൂനിയർ കേജില് ഒക്കെ പഠിക്കുന്ന കുട്ടികളെ നമ്മളിപ്പം ആദ്യമായിട്ട് ആനയുടെ കോൺസെപ്റ്റ് പഠിപ്പിക്കണം. ആന എന്താണെന്ന്. അപ്പൊ നമ്മള് ടീച്ചർ എത്ര ആന ഇങ്ങനെ ഇരിക്കണം, ഇങ്ങനെ വലുതാണ്, അതിന്റെ കാല് വലിയ തൂണ് പോലെ ഇരിക്കുകയാണ്, അതിന്റെ ചെവി മുറം പോലെ ഇരിക്കുകയാണ്, അതിന്റെ തുമ്പിക്കൈ എന്ന് പറയുന്നത് പിന്നെ ചൂല് പോലെ ഇരിക്കണം, ഇങ്ങനെ പലതും കുട്ടികളെ പറഞ്ഞു കൊടുത്തേ കുട്ടിക്ക് ഒന്നും മനസ്സിലാവത്തില്ല. ഇത് ഇപ്പോഴത്തെ കുട്ടികളുടെ കാര്യമല്ല പറയുന്ന, പണ്ടത്തെ ഞാനൊക്കെ പഠിക്കുന്ന കാലത്തെ കുട്ടികളുടെ കാര്യം പറയുന്നത്. അപ്പൊ അങ്ങനെ ഇങ്ങനെ പലതും പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നും ഈ കുഞ്ഞുങ്ങളുടെ മനസ്സിൽ കയറത്തില്ല. ഇനി ആപ്പിളിനെ കുറിച്ച് എന്നാൽ ആപ്പിൾ എന്താ, ഇങ്ങനത്തെ ഒരു തിന്നാത്ത ആപ്പിൾ കണ്ടിട്ടില്ലാത്ത ഒരു കുട്ടിയുടെ ആപ്പിളിനെ കുറിച്ച് എത്ര പറഞ്ഞാലും മനസ്സിലാവില്ല. അപ്പൊ ടീച്ചർ എന്ത് ചെയ്യും, കുറച്ച് ടീച്ചിങ് ചാർട്ടുകൾ ഉപയോഗിക്കും. ടീച്ചിങ് ചാർട്ടുകള്, മോഡലുകളൊക്കെ ഉപയോഗിക്കും. അതായത് ആനയുടെ രൂപം കൊണ്ടുവന്ന് കാണിക്കും, അല്ലെ ആന വരച്ച ഒരു ചാർട്ട് കൊണ്ട് കാണിക്കും. അങ്ങനെ കാണിക്കുന്നുണ്ടല്ലോ, ആ കുട്ടിയുടെ മനസ്സിൽ അതൊന്നും പതിയും. ആ ഒരു രൂപം അതിന്റെ മനസ്സിൽ പതി, അതിന് മനസ്സിലാവും. പക്ഷെ ഇന്നത്തെ കുട്ടികൾ അറിയാലോ, ഇന്ന് നമ്മൾ അവരെ പഠിപ്പിക്കാൻ ചെന്നാൽ അവർ നമ്മളെ പഠിപ്പിക്കാം. കാരണം ഈ മൊബൈൽ ജനിക്കുമ്പോൾ തൊട്ട് മൊബൈൽ കണ്ട് അവർക്ക് ലോകത്തുള്ള എല്ലാ അറിവുകളും ഉണ്ട്. അവർക്ക് ആന എന്താണെന്നും ചേന എന്താണെന്നുള്ള എല്ലാവർക്കും കൃത്യമായിട്ട് അറിയാം. അപ്പം നേരത്തെ ഉള്ള ഒരു കൺസെപ്റ്റ് വെച്ചാൽ, അതുപോലെ നമുക്ക് ഈ ഭൂമിയെ കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ നമ്മൾ എത്ര ഭൂമി ഉരുണ്ടതാണ്, അങ്ങനെയാണ്, ഇങ്ങനെയാണ്, ഇതിന്റെ ഒരു വശത്ത് അമേരിക്കയാണ്, ഇങ്ങേ വശത്ത് അല്ലെങ്കിൽ ഇന്ത്യയാണ്, ഇങ്ങനെ ഓരോ നമ്മൾ പല പല കാര്യങ്ങൾ പറയാൻ ഓരോ സ്ഥലത്തിന്റെ ലൊക്കേഷൻ, അക്ഷാംശം, രേഖാംശം, അതായത് ലാറ്റിറ്റ്യൂഡ്, ലോഞ്ചിറ്റ്യൂഡ്, ഇതെല്ലാം നമ്മൾ പറഞ്ഞു കൊടുത്താലൊന്നും ഈ കുഞ്ഞുങ്ങൾക്ക് അതൊന്നും മനസ്സിലാക്കില്ല. അതിനെന്ത് ചെയ്യും, ജോഗ്രഫി ടീച്ചർ ഒരു ഗ്ലോബ് കൊണ്ടുവന്ന് വയ്ക്കാം, ഭൂമിയുടെ റിപ്ലിക്ക് അല്ലെങ്കിൽ അതിന്റെ ഒരു രൂപം കൊണ്ടുവച്ച്, ഒരു വിഗ്രഹം കൊണ്ടുവച്ചിട്ട് ഇതിനെ കുറിച്ച് പറഞ്ഞു കൊടുക്കുക. എന്ന് പറഞ്ഞാൽ ദൈവത്തിനെ കുറിച്ച്, ദൈവം എന്ന് പറയുന്ന ദൈവം എന്നല്ല, മഹാദൈവം